നോമ്പൊക്കെ തുറന്ന റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞത് നമുക്കൊന്ന് പുറത്തു പോയാലോ 2-3 ആഴ്ചയായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അപ്പൊ കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അതിനർത്ഥം പ്രശ്നങ്ങളൊക്കെ തീർന്നൊക്കെ പഴയതുപോലെ ആയിന്നല്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് യുദ്ധങ്ങളൊക്കെ. ഖത്തറിലെ എല്ലാ സ്ഥലങ്ങളും അടിപൊളിയാണെങ്കിലും ബക്രാസൂക്ക് വേറെ തന്നെ ഒരു വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. നടക്കാനുള്ള ദൂരമുള്ളെങ്കിലും ഞങ്ങൾക്ക് രണ്ടാക്കും തീരെ മടിയില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്താൽ പോയി. അങ്ങനെ എന്താ ഞങ്ങൾ സൂക്കിലെത്തി. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുക. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. തണുപ്പാകും വിചാരിച്ച് ജാക്കറ്റ് ഇട്ട് വരുന്ന അന്നൊന്നും തണുപ്പുണ്ടാകില്ല. അഥവാ ഞങ്ങൾ തണുപ്പുണ്ടാകില്ല വിചാരിച്ച് ജാക്കറ്റ് ഇടാതെ വന്നാലോ അന്ന് ഒടുക്കത്തെ കാറ്റേക്കാരും. എപ്പോ വന്നാലും എവിടെ നോക്കിയാലും ഇവിടെ ഫുള്ള് ആളേക്കാരും കേട്ടോ. ആളോട് തിക്കും തിരക്കേക്കാരും. പക്ഷെ ഇന്ന് അവിടെ നല്ല ആള് കുറവായിരുന്നു. കണ്ടപ്പോ എന്തോ ഒരു സങ്കടം പോലെ. അങ്ങനെ ഞങ്ങൾ അവിടെ അധികം എല്ലാ പ്രാവശ്യത്തെയും പോലെ അധികം നേരം നിന്നില്ല, വേഗം പോകുന്നു. ഇവിടെ അടുത്ത് ഇവിടെ ഒരു ഉപ്പിലിട്ട കട ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാം റീലിൽ നാൾ കണ്ടിരുന്നു. പിന്നെ അടുത്തത് അത് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഇവിടെ അടുത്താണ് എന്നും പറഞ്ഞിക്കാണ്ട് ഇന്നെ കൊണ്ട് 2 കിലോമീറ്റർ എങ്ങാണ്ട് നടത്തിച്ചിരിക്കണം എന്റെ മുപ്പിൽ. ഇവിടുത്തെ ജയിലാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ ഫ്രണ്ടിലാട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ. എപ്പോ പറിച്ച് വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ തോന്നി. പക്ഷെ മുന്നിൽ തന്നെ ജയിലായതുകൊണ്ട് ആ ധൈര്യമില്ല. ഇതിനെ കുറിച്ച് എന്തൊക്കെയോ വർണ്ണിച്ചു പോകാട്ടോ എന്റെ മൂപ്പര്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനം എത്തി. ഒരുവിധം ഉപ്പിലിട്ടതിന്റെ ഒക്കെ ഏകദേശം തീരുമാനമായിക്കണം. അവസാനം ഇത് 3 എനിക്ക് കിട്ടിയത്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ കഴിച്ചിരുന്നപ്പം പിന്നെ ലോഡർ ഫ്രൈസ് കഴിക്കാൻ തോന്നി. അപ്പൊ അതും അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇത് നമ്മളെ സാധാ ഫ്രൈസ് പോലെ അല്ല കേട്ടോ, ഇച്ചിരി കട്ടിയുള്ള പോലെ തോന്നി എനിക്ക്. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കാസർഗോഡ് മസാല ചക്ലി ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിലേക്ക് പോന്നു.